ലെബനൻ സർക്കാരുമായി ഇസ്രയേൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. നവംബർ 26-നായിരുന്നു കരാർ ഒപ്പിട്ടിരുന്നത്. കരാർ പ്രകാരം 2 മാസത്തിനുള്ളിൽ ഇസ്രയേലി സൈന്യം തെക്കൻ ലെബനൻ വിടണമെന്നതാണ്. എന്നാൽ ഇസ്രയേൽ നിരന്തരം അതിക്രമങ്ങൾ തുടരുകയുമാണ്. തുടർന്നും ആക്രമണങ്ങൾ തുടരാനാണ് ഇസ്രയേലിന്റെ ഉദ്ദേശമെങ്കിൽ പ്രതിരോധം ആരംഭിക്കുമെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നായിം കാസിം വെളിപ്പെടുത്തി. 2024 ഒക്ടോബർ 1-ന് തുടങ്ങിയ ഇസ്രയേൽ അധിനിവേശത്തെ ഹിസ്ബുള്ള ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. അതിനാലാണ് അവർ വെടിനിർത്തൽ യാചിച്ചു നടന്നിരുന്നത്. ലെബനൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഹിസ്ബുള്ള വെടിനിർത്തലിന് പ്രധാനമായും സമ്മതിച്ചിരുന്നത്. പ്രതിരോധമില്ലാതെ ലെബനനിൽ ഒരിക്കലും നിലനിൽക്കാനുമാവില്ല. മാത്രമല്ല, എപ്പോൾ പ്രതിരോധം ആരംഭിക്കണം, എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങി നിരവധി കാര്യങ്ങൾ നേതൃത്വം തീരുമാനിക്കും. ശത്രുവിനെ ആക്രമിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയം വരെ ക്ഷമിക്കുകയും വേണം. 1982-ൽ ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബെയ്റൂത്തിൽ എത്തുകയുണ്ടായി. 18 വർഷം പോരാടിയാണ് അവരെ പുറത്താക്കാൻ ഇവർക്ക് കഴിഞ്ഞതും. പക്ഷേ 2024-ൽ 72,000 ഇസ്രായേലി സൈനികർ ലിത്വാനി നദിയുടെ സമീപത്ത് പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. തെക്കൻ ലെബനാൻ അതിർത്തിയിൽ അല്പദൂരം മാത്രമാണ് അവർക്ക് മുന്നേറാൻ പ്രധാനമായും കഴിഞ്ഞിരുന്നത്. അതിന് 100-ന് മുകളിൽ സൈനികരെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അധിനിവേശത്തിൽ ലെബനാന് വലിയ ഭൗതിക നഷ്ടം ഉണ്ടാകുകയും ചെയ്തു. ഈ ത്യാഗങ്ങൾ രാജ്യത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ലെബനാനിൽ നിന്ന് ഓടിപ്പോയ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സിറിയയുടെ ഭൂമി കയ്യേറുകയും ചെയ്യുന്നുണ്ട്. ഇനി സിറിയക്കാരും പ്രതിരോധം തുടങ്ങുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ലെബനനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തീവ്രമായ യുദ്ധം നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ കരാർ 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു നെതന്യാഹു ഈ ഭീഷണി ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള ആയുധ കേന്ദ്രം ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഭീകര പ്രവർത്തനം നടക്കുന്നതായി മനസ്സിലാക്കിയതാണ് ഇസ്രായേൽ പ്രധാനമായും ആരോപിച്ചിരുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിന് ഇത് യഥാർത്ഥത്തിൽ താൽക്കാലിക ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒട്ടും തൃപ്തരല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നെതന്യാഹുവിന്റെ പുതിയ അഭിപ്രായ പ്രകടനം ശരിക്കും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ തീവ്രയുദ്ധത്തിന് സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും നെതന്യാഹു വെളിപ്പെടുത്തുകയുണ്ടായി. ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന് ഇസ്രയേലിന്റെ മുൻനിര സഖ്യകക്ഷികളായ അമേരിക്കയും ഫ്രാൻസും ചേർന്നായിരുന്നു പ്രധാനമായും മുൻകൈയെടുത്തിരുന്നത്. ഇരു സൈന്യങ്ങളും പിൻവാങ്ങൽ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ മേഖല വീണ്ടും സംഘർഷഭരിതമാകുമെന്നതായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായതും.